നദിയിലോ പൊതുനിരത്തിലോ മാലിന്യം തള്ളുന്നവർ ഇനി ശ്രദ്ധിക്കുക. 50,000 രൂപ വരെ പിഴയും 1 വർഷം വരെ തടവ് ശിക്ഷയുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പഞ്ചായത്ത് രാജ് മുനിസിപ്പാലിറ്റി നിയമങ്ങളിൽ ഭേദഗതി വരുത്തി കഴിഞ്ഞ ആഴ്ചയാണ് സർക്കാർ ഓർഡിനൻസ് ഇറക്കിയത്. മാലിന്യമുക്ത പ്രചരണത്തിന്റെ ഭാഗമായാണ് നടപടി. ഇരുളിന്റെ മറവിൽ മാലിന്യം നദിയിലോ നിരത്തിലോ ഒക്കെ തള്ളി സ്ഥലം വിടുന്ന വില്ലന്മാരുടെ ശ്രദ്ധയ്ക്ക്. പിടികൂടിയാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് 1 വർഷം വരെ തടവും 50,000 രൂപ വരെ പിഴയുമാണ്. കഴിഞ്ഞയാഴ്ച പുറത്തിറക്കിയ 2023 കേരള പഞ്ചായത്ത് രാജ് ഭേദഗതി ഓർഡിനൻസ്, 2023 കേരള മുനിസിപ്പാലിറ്റി ഭേദഗതി ഓർഡിനൻസുകളിലാണ് ഈ മാറ്റം. മാലിന്യ സംസ്കരണ കാര്യത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്ക് വ്യാപകമായ അധികാരവും ഓർഡിനൻസിലുണ്ട്. മാലിന്യം വലിച്ചെറിയുന്നവർക്ക് സെക്രട്ടറിക്ക് തത്സമയം ചുമത്താവുന്ന പിഴ 5,000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. പഴയ നിയമം അനുസരിച്ച് ഇത്തരം വിഷയങ്ങളിൽ സെക്രട്ടറിക്കെടുക്കാവുന്ന നടപടികളിൽ പരിമിതിയുണ്ടായിരുന്നു. പേരിൽ കൂടുതൽ പേർ ഒത്തുചേരുന്ന പരിപാടികൾ ലൈസൻസ് ഇല്ലാത്ത സ്ഥലത്ത് നടത്തുന്നതിന് 3 ദിവസം മുൻപെങ്കിലും തദ്ദേശ ഭരണ സ്ഥാപനത്തിൽ അറിയിക്കണം. ഇവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യം തദ്ദേശ സ്ഥാപനം നിശ്ചയിച്ചിരിക്കുന്ന ഫീസ് നൽകി ചുമതലപ്പെടുത്തിയിരിക്കുന്ന മാലിന്യം ശേഖരിക്കുന്നവർക്കോ ഏജൻസികൾക്കോ കൈമാറണം. ഈ വ്യവസ്ഥകളും ഓർഡിനൻസിലുണ്ട്. യൂസർ ഫീ മുടക്കുന്നവരിൽ നിന്ന് പ്രതിമാസം 50% പിഴയോടുകൂടി പൊതുനികുതി കുടിശ്ശികയായി ഈടാക്കാവുന്നതാണ് എന്നും ഓർഡിനൻസ് പറയുന്നു. ഇതിനെല്ലാം പുറമെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കുറ്റകൃത്യം സെക്രട്ടറി അറിയിച്ചാൽ പാരിതോഷികം നൽകാനും ഓർഡിനൻസിൽ വ്യവസ്ഥയുണ്ട്. റിസർച്ച് ഡെസ്ക് 24.